നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ യൂറോപ്പിലെ ലാറ്റ്വിയയിലെ തടാകത്തിൽ വീണ് കാണാതായത് ആനച്ചാൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയെ. ആൽബിനായി തെരച്ചിൽ നടക്കുന്നതായി ലാത്വിയയിലുള്ള കോളേജ് അധികൃതർ. മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം. 2 ആഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം കാട്ടാനകൾ വരുത്തിയത് 60 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. ഉപ്പുതറയിലെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനയെ തുരത്തുന്നതിനിടെ കയ്യിലിരുന്ന പടക്കം പൊട്ടി വനംവകുപ്പ് വാച്ചറുടെ വിരലുകളറ്റു. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം. കട്ടപ്പന അമ്പലക്കവല കാവുമ്പടി നടുവത്താനിൽ തെയ്യാമ നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിക്കുന്ന വാർത്ത HCN റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ഇവർക്ക് സഹായവുമായി DMK നേതൃത്വം. DMK ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ വീട് സന്ദർശിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. കട്ടപ്പന നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു. 2018-ൽ 11 ലക്ഷം രൂപ മുടക്കി നഗരത്തിന്റെ 16 ഇടങ്ങളിലായി 32 നൈറ്റ് വിഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യാത്തതിനാൽ ക്യാമറകളെല്ലാം നശിച്ചു. വിശദമായ വാർത്തകൾ. ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ യൂറോപ്പിലെ ലാറ്റ്വിയയിലെ തടാകത്തിൽ വീണ് കാണാതായി. ആനച്ചാൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയെയാണ് കാണാതായത്. ആൽബിനായി തിരച്ചിൽ നടക്കുന്നതായാണ് ലാത്വിയയിലുള്ള കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. 18-ാം തീയതി 4 മണിയോടെ കൂട്ടുകാർക്കൊപ്പം റിഗയിലെ തടാകത്തിൽ കുളിക്കാനിറങ്ങവേ ആൽബിൻ മുങ്ങിത്താഴുകയായിരുന്നു. ആനച്ചാൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ വടക്കൻ യൂറോപ്പിലെ ലാറ്റ്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ നോവികൊണ്ടാസ് മാരിടൈം കോളേജിൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥിയാണ്. 18-ാം തീയതി വ്യാഴാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം 4 മണിയോടെയാണ് റിഗയിലെ തടാകത്തിൽ കുളിക്കുന്നതിനായി ഇറങ്ങിയത്. തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോകുകയായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. വിദ്യാർത്ഥികൾ പിടിച്ചുയർത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല. ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്ന് ആൽബിന്റെ പിതൃസഹോദരൻ ആന്റോ അറക്കൽ ആവശ്യപ്പെട്ടു. മൂന്നാറടുത്ത് ആനച്ചാലിലുള്ള എൻ്റെ അനുജൻ ഷിൻഡോയുടെ മകൻ ആൽബിൻ ഷിൻഡോ ലാറ്റ്വിയ എന്ന രാജ്യത്ത് പഠിക്കാനായി പോയിരുന്നതാണ്. 5 മാസമായിട്ട് അവിടെ പഠിക്കുകയാണ്. മറൈൻ കോഴ്സാണ് പഠിക്കുന്നത്. അവിടെ ഏതോ നദിയിൽ നീന്താൻ പോയപ്പോൾ താഴ്ന്നുപോയി ഡെഡായി എന്നാണ് അവിടുന്ന് കിട്ടിയേക്കുന്ന അറിവ്. ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തിലാണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് അധികാരികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട സങ്കട നിവൃത്തി വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തടാകത്തിന്റെ ഭാഗമായ ടണലിൽ ആഴം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ആഴത്തിലേക്കിറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല. അതിനാൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കായിക താരമായിരുന്ന ആൽബിൻ 8 മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത്. പിതാവ് ഷിൻഡോ ആനച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ്. മാതാവ് റീന എല്ലക്കൽ LP സ്കൂളിലെ ടീച്ചറും. ഒരു സഹോദരിയാണ് ആൽബിനുള്ളത്. ഈ കുടുംബവും നാടും ആൽബിനെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തും നൽകിയിട്ടുണ്ട്. മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം. 2 ആഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം കാട്ടാനകൾ വരുത്തിയത് 60 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണെന്ന് കർഷകർ പറയുന്നു. കാന്തല്ലൂർ മേഖലയിലാണ് കാട്ടാനകൾ കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത്. ഇവിടെ കർഷകരുടെ വെളുത്തുള്ളി കൃഷി കാട്ടാനകൾ പൂർണ്ണമായി തന്നെ നിലംപരിശാക്കി. പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 100-ലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലം പരിശാക്കിയത്. 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മുടക്കി പല കർഷകരും കൃഷി ഇറക്കിയിരുന്നു. തമിഴ്നാട്ടിലെ വടുകുപെട്ടി, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വെളുത്തുള്ളിയുടെ വിത്ത് കർഷകർ എത്തിക്കുന്നത്. 1 കിലോ വെളുത്തുള്ളി വിത്തിന് 250 രൂപ മുതൽ 320 രൂപ വരെയാണ് വില. ഇതിനു പുറമെ കൃഷി ഇറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം. ഓണവിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ നാമാവശേഷമാക്കിയതെന്ന് കർഷകർ പറയുന്നു. ഇത് കൃഷി മാത്രം, ഞങ്ങൾക്ക് വേറെ ജോലിയേ അറിയില്ല. വേറെ മുതലാളികൾക്ക് പണമുണ്ട്, വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി വിട്ട് പണിയുന്നുണ്ട്. അവർക്കാണ് രാഷ്ട്രീയക്കാർ മൊത്തം, എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട്. കൃഷിക്കാരെ തിരിഞ്ഞു നോക്കില്ല. ഇനി നാളെ ഓണച്ചന്ത മരുന്നുണ്ട്. പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ആ രാഷ്ട്രീയക്കാർ ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ
വെളുത്തുള്ളി ഉണ്ടോ എന്ന് മേടിക്കാൻ വരും. അവർ ആ സമയം ഏത് പച്ചക്കറിയാണ് കിട്ടും, ആണയെ ഇവിടെ വന്ന് ഓടിച്ചു വിട്ട് എല്ലാം അതൊക്കെ ഒന്നും തിരിച്ചു പറയില്ല. പറയുടെ വിട്ട് ഈ ഓണച്ചന്തയായിട്ട് കൃഷിക്കാരോ ഉദ്യോഗസ്ഥരോ വന്നാൽ ഇവിടെ നിന്ന് നാട് വിട്ട് വിരട്ടി അടിക്കും ഉദ്യോഗസ്ഥക്കാരെ. കൃഷി സ്ഥലത്ത് വന്ന് ആര് കൃഷി ഡിപ്പാർട്ട്മെൻറ്റോ ഫോറസ്റ്റ് ഡിപ്പാർട്ടോ വന്ന് നോക്കി എന്തെങ്കിലും ഒരു നടപടി ഒന്നും ഇല്ല ഇതുവരെയ്ക്ക് ചെയ്തിട്ടില്ല. ഇത്തവണ വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്താനുള്ള തുക കണ്ടെത്തിയത്. ദിവസങ്ങളോളം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു. കൃഷി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. ഉപ്പുതറയിലെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനയെ തുരത്തുന്നതിനിടെ കയ്യിലിരുന്ന പടക്കം പൊട്ടി വനംവകുപ്പ് വാച്ചറുടെ വിരലുകളറ്റു. പാലക്കാവ് പുത്തൻപുരയ്ക്കൽ പ്രസാദിന്റെ വിരലുകളാണ് അറ്റുപോയത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. അപകടം നടന്ന ഉടൻ തന്നെ പ്രസാദിനെ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആഴ്ചകളായി ഒറ്റയാൻ, പാലക്കാവ്, മുത്തമ്പടി, കൂപ്പുപാറ പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയാണ്. കാക്കത്തോട് ഡിവിഷനിൽ നിന്നും കാടിറങ്ങിയ ഒറ്റയാൻ 7 ദിവസമായി പാലക്കാവിൽ നിലയുറപ്പിച്ച കൃഷി നശിപ്പിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതോടെ കർഷകർക്കുണ്ടായത്. ആന കൃഷിയിടത്തിൽ നിൽക്കുന്ന വിവരമറിഞ്ഞാണ് നാട്ടുകാർക്കൊപ്പം വാച്ചർ പ്രസാദ് സ്ഥലത്തെത്തിയത്. ഇതിനിടെയായിരുന്നു അപകടം. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോഴും വിജയിച്ചിട്ടില്ല. ശക്തമായ മഴയെ തുടർന്ന് വൈദ്യുതി ഇല്ലാതായതും കാട്ടാനശല്യവും നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. കാട്ടാന കൃഷിയിടത്തിലെത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചാലും ഇവർ തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം. കടലാർ ഈസ്റ്റ് ഡിവിഷനിലാണ് പശുവിനെ പുലി ആക്രമിച്ചത്. പരിക്കേറ്റ പശുവിന് ചികിത്സ ലഭ്യമാക്കി. കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ താമസക്കാരനായ ജയശങ്കറിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പശുവിന് ചികിത്സ ലഭ്യമാക്കി. മേയാൻ വിട്ട പശു തിരികെ വരാതെ വന്നതോടെയായിരുന്നു ആളുകൾ തിരക്കിയിറങ്ങിയത്. കാണാതായ പശുവിനെ അന്വേഷിച്ചെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായും ജയശങ്കർ പറയുന്നു. இது ஒரு ரூட்டை புளி பிடிச்சி இந்த மாதிரி கால் ரொம்ப இதாகிருந்துச்சு. அப்புறம் புண்ணெல்லாம் ஆற்றி நல்லா கொண்டு வந்தோம். இந்த பழையபடி இந்த புளி பிடிச்சி இந்த மாதிரி மாடு தப்பிச்சு வந்திருக்கு. எங்களுக்கு இதை வச்சு தான் நாங்கள் அஞ்சு பிடிக்கிறது. பின்ன ரெண்டாவது டிசம்பர் மாதம் 8ஆம் தேதி கணேஷ்குமாருங்கிற ஒரு சூப்பர் மாடு அதையும் இப்போ புளி பிடிச்சி கொண்டுருச்சு. அதுக்கு முன்னாடி அந்த கணேஷ்குமாருக்கு சூப்பர் மாடு தான் பிடிச்சி கொண்டுருச்சு. அடுத்து வேலாயுதம் அவருக்குள்ள மாடும் புளி பிடிச்சி தான் கொண்டது. இது வரைக்கும் கிட்டத்தட்ட ஒரு 15 மாடை காலி பண்ணிடுச்சு இந்த புலி. ஓட்டமும் நாங்கள் எல்லாம் எழுதி கொடுத்து ஃபாரஸ்ட் வந்து எல்லாம் சொன்னாங்க, நாங்கள் எல்லாம் கொடுத்துடலாம், இன்றைக்கி செலவெல்லாம் பாருங்கன்னாங்க. இப்போ வரைக்கும் அந்த மாட்டுக்கு 1 ரூபா கூட எனக்கு பைசா கிடைக்கல. கிட்டத்தட்ட நான் ஒரு 20,000 ரூபா செலவிட்டுருக்கேன் இந்த மாட்டுக்கு. இப்போ வரைக்கும் 1 ரூபா கூட ஃபாரஸ்ட் வந்து எந்த ஒரு நடவடிக்கையும் இல்லை. இப்போ இந்த இருக்கிறவங்க இது வந்து சின்ன குட்டிங்க, இது வந்து இதாக இருக்கல, இதெல்லாம் சின்ன குட்டி, ஒரு குட்டி, மற்றது வந்து 2 பெருசு, மொத்தம் 3 எண்ணம். കടലാറിൽ പുലിയുടെ ആക്രമണത്തിൽ ഇതിനോടകം 15-ലധികം പശുക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്ന പുലികളെ പിടികൂടി നീക്കണമെന്ന ആവശ്യവും കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. കട്ടപ്പന അമ്പലക്കവല കാവുമ്പടി നടുവത്താനിൽ തെയ്യാമ നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിക്കുന്ന വാർത്ത HCN റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ഇവർക്ക് സഹായവുമായി DMK നേതൃത്വം. DMK ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ വീട് സന്ദർശിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്ന് ഇവരെ അറിയിക്കുകയും ചെയ്തു. 24 വർഷം പഴക്കമുള്ള വീട്ടിലാണ് നടുവത്താനിൽ തെയ്യാമ്മ കഴിഞ്ഞിരുന്നത്. മഴ പെയ്താൽ എല്ലാ മുറിയിലും ചോർന്ന വെള്ളം വീഴും. മഴക്കാലമായാൽ വീടിനുള്ളിൽ നിന്നും വെള്ളം കോരിക്കളയുകയാണ് പതിവ്. വീട്ടുപകരണങ്ങൾ നനയാതെ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടേണ്ട അവസ്ഥയായിരുന്നു. തെയ്യാമ്മയുടെ ദുരിത ജീവിതം പുറത്തു വന്നതിന് പിന്നാലെയാണ് DMK ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ വീട് സന്ദർശിച്ചത്. വളരെ ഒരു ദയനീയാവസ്ഥയാണ് ഈ വീടിൻ്റെ ഒരു കണ്ടീഷൻസ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നത്, നമ്മളാരും മേലിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പം അമ്മച്ചി, നിങ്ങളാൽ കഴിഞ്ഞ ഒരു സഹായ സഹകരണങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയിൽ ഞാനും ചെയ്യാണ്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അമ്മയെപ്പോലെ ഒത്തിരി പെറ്റമ്മമാരിങ്ങനെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ തേടി പിടിച്ച് നമ്മൾ സഹായിക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും വരേണ്ടതാണ്. അപ്പം അമ്മച്ചിക്ക് എത്രയും പിടിയും തന്നെ ഈ മെയിൻ്റനൻസ് പണി ഞാൻ ഈ വരുന്ന മാസത്തിനുള്ളിൽ തന്നെ, തീരുന്ന മാസത്തിനുള്ളിൽ തന്നെ ചെയ്തു കൊടുക്കാണ്ട് തീരുമാനിച്ചിരിക്കുന്നു. നടുവിന്റെ അസ്ഥി അകരുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന തെയ്യാമ്മയുടെ വീടിന്റെ ചോർച്ച മാറ്റുന്നതിനായി പഴയ ആസ്പെറ്റോ ഷീറ്റുകൾ മാറ്റി പുതിയത് ഇടുകയും കേടുപാടുകൾ പറ്റിയ ഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകുമെന്നും DMK അധികൃതർ വ്യക്തമാക്കി.
കട്ടപ്പന നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു. 2018-ൽ 11 ലക്ഷം രൂപ മുടക്കി നഗരത്തിന്റെ 16 ഇടങ്ങളിലായി 32 നൈറ്റ് വിഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യാത്തതിനാൽ ക്യാമറകളെല്ലാം നശിച്ചിരിക്കുകയാണ്. 2018-ലാണ് കട്ടപ്പന നഗരസഭ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത്. 11 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നഗരത്തിന്റെ 16 ഇടങ്ങളിൽ നൈറ്റ് വിഷൻ ക്യാമറ സ്ഥാപിച്ചത്. പാറക്കടവ്, ഇടശ്ശേരി ജംഗ്ഷൻ, ITI ജംഗ്ഷൻ, ഇടുക്കിക്കവല, സെൻട്രൽ ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലെല്ലാം 32 ക്യാമറകൾ സ്ഥാപിച്ചു. അവയെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇടുക്കിക്കവലയിലേതടക്കം ക്യാമറകൾ ഒടിഞ്ഞു തൂങ്ങിയ സ്ഥിതിയിലുമാണ്. നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കൃത്യമായി മെയിൻ്റനൻസ് നടത്തുകയോ തകരാറുകൾ പരിഹരിക്കുകയോ ചെയ്യാൻ നഗരസഭ വിമുഖത കാണിച്ചു എന്നാണ് പരാതി ഉയരുന്നത്. കട്ടപ്പന നഗരത്തിലെ ക്യാമറകളെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നഗരസഭ നടത്താത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങളെല്ലാം നഗരത്തിലുണ്ടായാൽ പോലും പോലീസുകാർ പോലും CCTV വിഷ്വൽസ് എടുക്കണമെങ്കിൽ ഓരോ കടകൾ കയറി അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് മാറ്റം ഉണ്ടാകേണ്ടതാണ്. നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ ക്യാമറകൾ മുമ്പ് സഹായകരമായിരുന്നു. ഒപ്പം നഗരത്തിലുണ്ടാകുന്ന അപകടങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി പോലീസിന് നൽകുന്നതിനും ക്യാമറകൾ ഉപകരിച്ചിരുന്നു. കൂടാതെ മാലിന്യ നിക്ഷേപം, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇത്തരത്തിലെ പ്രവണതകൾ ഒഴിവാക്കാനും ക്യാമറകൾ സഹായകരമായിരുന്നു. ക്യാമറകൾ പ്രവർത്തനരഹിതമായതോടെ നഗരം വലിയ സുരക്ഷാ വീഴ്ചയെയാണ് അഭിമുഖീകരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസത്തെ സമരത്തെ തുടർന്ന് നൽകിയ ഉറപ്പ് ഇടുക്കി ഡീലേഴ്സ് ബാങ്ക് പാലിച്ചില്ല. ഇതോടെ നിക്ഷേപകർ വീണ്ടും സമരം ആരംഭിച്ചു. നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിലാണ് സമരം നടത്തിയത്. നിക്ഷേപത്തുക മടക്കി നൽകാത്തതിനെ തുടർന്ന് ഡീലേഴ്സ് ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. 2 ആഴ്ച മുൻപ് നിക്ഷേപകരുടെ കൂട്ടായ്മ ബാങ്കിന് മുൻപിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ ചർച്ചയിൽ ഈ മാസം 20-ന് മുൻപായി 25,000 രൂപ വീതവും തുടർന്ന് മുൻഗണനാക്രമത്തിൽ ബാക്കി തുകയും നൽകാമെന്ന ഉറപ്പിൽ അന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഈ വാഗ്ദാനവും പാലിക്കാതെ വന്നതോടെയാണ് ബാങ്കിൽ കയറി പ്രതിഷേധിച്ചതെന്ന് നിക്ഷേപകർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് ഈ പണം 25,000 രൂപ ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ ആ കിട്ടുന്ന അവസരത്തിൽ മാത്രമേ ഞങ്ങൾ ഈ ബാങ്കിൽ നിന്ന് പിന്മാറത്തുള്ളൂ. ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 1000-ലധികം സഹകാരികൾ 29 കോടിയിലധികം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. നിലവിൽ പണം തിരികെ ലഭിക്കാൻ തങ്ങൾ ബാങ്കിൽ കയറിയിറങ്ങുകയാണെന്ന് വയോധികർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ട് പ്രസിഡന്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കൂടെ ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യേണ്ട 12 കമ്മിറ്റി അംഗങ്ങൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ 25-ന് മുൻപ് 25,000 രൂപ വീതം നൽകാമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് വൻ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ അന്വേഷണം നടന്നുവരികയാണ്. KSKTU ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് KSKTU ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കുന്നത്. പഞ്ചായത്ത് ടൗൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ള MN മോഹനൻ നഗറിലാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 257 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിൽ കേരളം എന്ന സംസ്ഥാനം ഏറ്റവും മധ്യസ്ഥരായ, ഏറ്റവും പിറകിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളോട് എടുത്തിട്ടുള്ള സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം. സമ്പത്ത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നു. ഭൂരിപക്ഷം ദരിദ്രരായി, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരായി, ജീവിതത്തിൽ അവകാശങ്ങൾ ഏതുമില്ലാത്ത മനുഷ്യരുടെ ഗണത്തിലേക്ക് അവരെ എടുത്തെറിയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് VV മത്തായി പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി N. ചന്ദ്രൻ, ഉടുമ്പൻചോല MLA MM മണി, ജില്ലാ സെക്രട്ടറി KL ജോസഫ്, MP പത്രോസ്, C. രാധാകൃഷ്ണൻ, MK പ്രഭാകരൻ, PN വിജയൻ, MJ ജോണി, ഗ്രേസി പൗലോസ്, സ്വാഗത സംഘം ചെയർമാൻ TK ഷാജി, കൺവീനർ ചാണ്ടി P. അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് ജൂലൈ 22-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കോർ ബാങ്കിങ്ങിലേക്ക് കടക്കുന്നതോടെ മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്കും ലഭിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഫ്രാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയറാണ് ലോഞ്ച് ചെയ്യുന്നത്. ATM, മൊബൈൽ ബാങ്കിംഗ്, RTGS, NEFT,
IMPS, UPI സേവനങ്ങളും ലഭ്യമാകും. ഇതിന്റെ അപ്ഡേറ്റഡ് ആയ സോഫ്റ്റ്വെയറിന്റെ ലോഞ്ചിങ് 22-ാം തീയതി 22/7/2024 3:30 ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുക. പ്രസ്തുത ചടങ്ങിൽ കേരള അർബൻ ബാങ്ക് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് M. ദാസൻ, TP ദാസനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയവർമ്മയും മുഖ്യാതിഥികളായി പങ്കെടുക്കും. കേരളത്തിലെ 64 അർബൻ ബാങ്കുകളാണുള്ളത്. 60 ബാങ്കുകളും കേരള അർബൻ ബാങ്ക് ഫെഡറേഷനോട് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ 60 അർബൻ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറാണ് പ്രവർത്തനക്ഷമമാകുന്നത്. അതിൽ ആദ്യത്തെ ബാങ്ക് കട്ടപ്പന അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. ആദ്യഘട്ടം 14 ബാങ്കുകളെ ഈ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ബാക്കി ബാങ്കുകളുടെ 2 ഘട്ടങ്ങളായി അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ TP ദാസൻ മുഖ്യ അതിഥിയാകും. ഫെഡറേഷന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയെക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ വിശദീകരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റീനു തോമസ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ CR, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, തോമസ് മൈക്കിൾ, ബാങ്ക് വൈസ് ചെയർമാൻ ഫിലിപ്പ് മലയാറ്റ്, മാനേജിംഗ് ഡയറക്ടർ T. മുരളീധരൻ എന്നിവർ സംസാരിക്കും. 5 പതിറ്റാണ്ടിലേറെയായി ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന അഡ്വക്കേറ്റ് EM ആഗസ്റ്റിയെ ചടങ്ങിൽ ആദരിക്കും. RBI ലൈസൻസോടെ പ്രവർത്തിച്ചു വരുന്ന ബാങ്ക് മികച്ച സേവനമാണ് നൽകി വരുന്നതെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് EM ആഗസ്തി, ഫിലിപ്പ് മലയാറ്റ്, തോമസ് മൈക്കിൾ, T. മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തും അപരന്മാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചും മുൻപ് വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ LDF ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുന്നതിനാവശ്യമായ പോലീസ് സന്നാഹവും CCTV ക്യാമറകളും ഒരുക്കണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേക നിർദ്ദേശമുള്ളതായി നേതാക്കൾ പറഞ്ഞു. അതിന് മതിയായ കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ CPM നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തും ഗുണ്ടായിസം നടത്തിയുമാണ് ഈ ബാങ്ക് ഭരണം പിടിച്ചുവിട്ടുള്ളത്. അത് നിയമവിരുദ്ധമായി നടപടിയാണെന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ സ്ഥാപിക്കുകയും ഹൈക്കോടതി അതിന് മതിയായ പോലീസ് സംരക്ഷണവും അതുപോലെ തന്നെ ഈ അടുത്ത ബാങ്ക് ഭരണസമിതിയുടെ കാലാവധി കഴിയുന്ന ആ ലാസ്റ്റ് കമ്മിറ്റിയിൽ ചേർത്ത 98 വോട്ടോളം അത് വേറൊരു ബോക്സിൽ നിക്ഷേപിക്കുവാനും അതുപോലെ തന്നെ CCTV ഉൾപ്പെടെ സ്ഥാപിച്ച് കള്ളവോട്ട് തടയുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുവാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഈ ബാങ്കിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്കെതിരെ ഈ നാട്ടിലെ സഹകാരികൾ ഈ ഭരണസമിതിയെ ഏതെങ്കിലും വിധത്തിൽ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, നേതാക്കളായ PD ജോസഫ്, അനിൽ ആനക്കനാട്ട്, ഷിജോ ഞവരക്കാട്ട്, മുഹമ്മദ് പനച്ചിക്കൽ, ജോയി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഛർദി ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 2 വയസ്സുകാരി മരിച്ചു. വണ്ടിപ്പെരിയാർ കീരിക്കര മനോജ് ഭവൻ മനോജ് കൃഷ്ണജ ദമ്പതികളുടെ ഇളയ മകൾ ബിദുല്യയാണ് മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷക്കാലമായി ചികിത്സയിലായിരുന്നു ബിദുല്യ. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും ഉണ്ടായി. തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം ESI ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായതോടെ ഡോക്ടർമാർ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബിദുൽ കൃഷ്ണയാണ് സഹോദരൻ. വണ്ടിപ്പെരിയാറിൽ അതിഥി തൊഴിലാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ചുരക്കുളം എസ്റ്റേറ്റ് വക മഞ്ചുമല അപ്പർ ഡിവിഷനിൽ ജോലിക്കാരനായ സുലൈമാനാണ് മരിച്ചത്.
വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് വക മഞ്ചുമല അപ്പർ ഡിവിഷൻ 59-ൽ ജോലി ചെയ്തു വന്നിരുന്ന അതിഥി തൊഴിലാളി സുലൈമാനാണ് മരിച്ചത്. സുലൈമാന് രാവിലെ മുതൽ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ജോലിക്ക് പോയിരുന്നില്ല. പിന്നീട് സുലൈമാനെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. തുടർന്ന് സുലൈമാന്റെ ബന്ധുക്കളെ വിവരമറിയിച്ചു. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര. മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിൻഡോയിലിരുന്ന യുവാവ് അപകടകരമായി യാത്ര ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായി മൂന്നാർ മേഖലയിൽ ഇത്തരം യാത്രകൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ വൈകുന്നേരം കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ അപകടയാത്ര നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. LDF മുന്നണി ധാരണ പ്രകാരമാണ് രാജി. CPIയിലെ ബിബിൻ ജോസഫ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു വന്നിരുന്നത്. മുന്നണി ധാരണ പ്രകാരം ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കും. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിബിൻ ജോസഫാണ് സ്ഥാനമൊഴിഞ്ഞത്. CPIയുടെ പ്രതിനിധിയായ ബിബിൻ LDF മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി സമർപ്പിച്ചത്. 3.5 വർഷക്കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ശേഷമാണ് ബിബിൻ ജോസഫ് രാജി നൽകിയത്. നിലവിൽ 13-അംഗ ഭരണസമിതിയിൽ LDF 10, UDF 3 എന്നിങ്ങനെയാണ് കക്ഷിനില. LDF മുന്നണിയിൽ CPMന് 6, CPIക്ക് 3, കേരള കോൺഗ്രസ് എമ്മിന് 1 അംഗവുമാണുള്ളത്. മുന്നണി ധാരണ പ്രകാരം ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നിശ്ചയിക്കുന്ന മുറയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. വണ്ടൻമേട് പുറ്റടി CHCയിലെ ഫാർമസി രോഗികൾക്ക് ദുരിതം സമ്മാനിക്കുന്നതായി പരാതി. ആവശ്യത്തിന് കൗണ്ടറുകൾ ഏർപ്പെടുത്താത്തതുമൂലം രോഗികൾ ദീർഘനേരം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. OP ബ്ലോക്ക് ഉൾപ്പെടെ നവീകരിച്ചപ്പോൾ ഫാർമസിയിൽ ആവശ്യത്തിന് മരുന്ന് വിതരണം ചെയ്യാനുള്ള കൗണ്ടറുകളോ ജീവനക്കാരോ ഇല്ലെന്നതാണ് സാധാരണക്കാരായ രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിന് അടിയന്തരമായി പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദീർഘനേരം രോഗികൾക്ക് മരുന്ന് ലഭിക്കാനായി കാത്തുനിൽക്കേണ്ടി വരുന്നത് കൂടുതൽ രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നതും സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ സംരക്ഷണ ഭിത്തിയും വീടിന്റെ ഒരു വശവും ഇടിഞ്ഞു. അപകട സാധ്യത മുന്നിൽ കണ്ട് വീട്ടിൽ താമസക്കാരായ തങ്കരാജ ലക്ഷ്മി ദമ്പതികൾ മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്നതിനാൽ ഇവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വീട് അപകടാവസ്ഥയിലായിരുന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഇവരുടെ പരാതി. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ താമസക്കാരായ തങ്കരാജ് ലക്ഷ്മി ദമ്പതികൾ താമസിച്ചിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഒരു ഭാഗവും ഇടിഞ്ഞാണ് അപകടമുണ്ടായത്. അപകട സാധ്യത കണക്കിലെടുത്ത് ഇവർ മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. വീട് അപകടാവസ്ഥയിലായിരുന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്ന ദമ്പതികൾ ആരോപിച്ചു. വീട് ഇടിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസമായി. പഞ്ചായത്തിലിപ്പോൾ നമ്പറുടെ അന്ന് പറഞ്ഞിട്ട് ടീച്ചർ വന്നിട്ട് കണ്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല. ഇപ്പോൾ അവരുടെ ബാത്റൂമും ഇടിഞ്ഞ്, നമ്മുടെ കല്ലുകെട്ടി ഇടിഞ്ഞത് കാരണം അവരുടെ ബാത്റൂമും പോയി. അവരൊന്നും പറഞ്ഞില്ല. എന്നെ എടുക്കാൻ കൂടെ സ്ഥലമില്ല. വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ അയൽവാസിയുടെ ശുചിമുറിയും തകർന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന SMYMന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. മഴക്കാലത്തോടനുബന്ധിച്ച് നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് SMYM കട്ടപ്പന ഫൊറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി നേതൃത്വം നൽകി. മഴക്കാലമായതോടെ പൊതുവഴികളുടെ വശങ്ങളും സ്കൂളുകളുടെ പരിസരങ്ങളുമെല്ലാം കാടുകൾ വളർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. കാടുപടലങ്ങൾ വളരുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതിനൊപ്പം ഇഴജന്തുക്കളടക്കമുള്ളവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിനും കാരണമാണ്. ഇതോടൊപ്പം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുവാനും കാരണമാകുന്നു. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന SMYMന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. നമുക്കറിയാം, മഴ കാലമായതോടുകൂടി കാട് എല്ലാം പടർന്നു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ടൗണിൽ പല പ്രദേശമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ പരിസരം റോഡിൻ്റെ ഇരുവശങ്ങളിൽ കാട് വൃത്തിയാക്കുകയാണ്. ഞങ്ങൾ ടൗണിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്താനാണ് ഞങ്ങളുടെ ശ്രമം. ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുന്ന കട്ടപ്പന ഫൊറോന SMYMലെ പ്രവർത്തകരാണ്. നമുക്ക് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഒരു മാതൃകയാക്കി എല്ലാവരും താമസിക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുവഴി രോഗങ്ങളെ തടയാനും പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കാനും സാധിക്കും. ഇതൊരു മാതൃകയാകട്ടെ. കട്ടപ്പന പള്ളിക്കവല സ്കൂൾ കവല റോഡിന്റെ വശങ്ങളും സ്കൂൾ പരിസരങ്ങളും മറ്റു പൊതുവിടങ്ങളിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. SMYM കട്ടപ്പന ഫെറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി, പ്രസിഡന്റ് അലൻ S പുലിക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ആൽബിൻ മേരികുളം, ചെറിയാൻ വട്ടക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി.
യാത്രക്കാരുടെ നടപടിച്ച് കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിലെ ഗർത്തം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്താണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗമായ ഇടശ്ശേരി ജംഗ്ഷനിലാണ് ഭീമൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റോഡിൽ കുഴിയുണ്ടാകുന്നത്. തുടർന്ന് കുഴിയുടെ അളവ് വലുതായി വന്നു. ഇതോടെ വലിയ അപകട ഭീഷണിയാണ് പാതയിൽ ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കുഴിയുടെ അളവറിയാതെ വാഹനങ്ങൾ ഗർത്തത്തിൽ ചാടും. ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് കാരണമാകുന്നു. 4 പാതകൾ കൂടിച്ചേരുന്ന ഇടമാണിവിടം. അതുകൊണ്ട് തന്നെ സദാസമയവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗർത്തം മൂലം വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു. ഈ ഒരു കുഴി കാരണം സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ അടിഭാഗങ്ങൾ തട്ടുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്കാണ്, പിന്നെ പറയാൻ വേണം. നമ്മൾ അതിലേക്ക് ഇറങ്ങി വേണം പോരാ. അവിടുന്ന് വരുന്ന വണ്ടിക്കും ബ്ലോക്ക്, നമുക്ക് ബ്ലോക്ക്. കട്ടപ്പന ബ്ലോക്ക് ഉണ്ടാകുന്ന മെയിൻ കാരണം ഈ ഒരു കുഴിയാണ്. പിന്നെ ഇവിടുന്ന് ഇടശ്ശേരി ജംഗ്ഷൻ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ടൗൺ മൊത്തം ബ്ലോക്ക് ആവും. ആ വണ്ടി അവിടെ തിരിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടാണ്. വണ്ടിയായിട്ട് തട്ടി അയാൾ വീണ് ആളെ ഫ്രാക്ചറൊക്കെ ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി. ഞാനൊന്നും നോക്കിയിരിക്കുകയാണ്. അതുപോലെ വലിയ വണ്ടിയൊക്കെ വരും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഒന്ന് ക്രോസ് ചെയ്യാനും ഭയങ്കര പാടാണ്. അവിടെ കുഴി ഇതിൻ്റെ അളവ് അറിയത്തില്ല എന്തോരം ഉണ്ടെന്നുള്ളത്. വെള്ളം കയറി കിടന്നാൽ പിന്നെ എന്തോരം താഴ്ചയുള്ള കുഴിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഗർത്തത്തിൽ വാഹനം ചാടാതെ വെട്ടിച്ചു മാറ്റുമ്പോൾ മറ്റു വാഹനങ്ങളിലേക്ക് തട്ടാനുള്ള സാഹചര്യവുമുണ്ട്. ഒപ്പം വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുകയാണ്. നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നഗരത്തിന്റെ പ്രധാന പാതകളിലൊന്നിൽ തന്നെ അപകടം പതിയിരിക്കുമ്പോഴും നഗരസഭയോ പൊതുമരാമത്ത് വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അഴുക്കുചാലിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം 200ഓളം കുടുംബങ്ങൾ പകർച്ചവ്യാധി ഭീതിയിൽ. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. വിഷയത്തിൽ പരാതി അറിയിച്ചപ്പോൾ മാലിന്യ നിക്ഷേപകരുടെ ഫോട്ടോ എടുത്തു നൽകിയാൽ നടപടിയെടുക്കാമെന്നാണ് അധികൃതർ മറുപടി നൽകിയതെന്ന് കോളനി നിവാസികൾ പറയുന്നു. 200ഓളം കുടുംബങ്ങൾ കഴിയുന്ന കോളനിയിൽ നിന്നുള്ള അഴുക്കുചാലിൽ പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതാണ് മലിനജലം കെട്ടിക്കിടക്കാൻ കാരണം. ഞങ്ങൾ 10-200 പേര് താമസിക്കുന്ന സ്ഥലമാണ്. കൊച്ചു പിള്ളേർക്ക് അടുത്ത് താമസിക്കുക. ഞങ്ങൾ ഈ നമ്പർമാരോട് ഒത്തിരി പറഞ്ഞിട്ട് അവർക്കൊന്നും കേൾക്കുന്നില്ല. ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? കഴിഞ്ഞ 2 മാസക്കാലമായി ഇവിടെ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുകുകൾ പെരുകുകയും ഒപ്പം ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കോളനി നിവാസികൾ പറയുന്നു. ഞാൻ വള്ളക്കടവ് പൊന്നഗർ കോളനിയിലാണ് ഞങ്ങളുടെ താമസം. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു കാണയുണ്ട്. കാണയുടെ അകത്ത് മൊത്തം കുപ്പയും ചെളിയും കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒത്തിരി ഉണ്ട്. ഞാൻ 2 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രാത്രിയാണ് ഭയങ്കര സ്മെല്ലും കൊതുക് കടിയുമാണ്. കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി തരണം. കൊതുകുകൾ പെരുകുന്നത് മൂലം ഡെങ്കിപ്പനി അടക്കമുള്ള രോഗവ്യാപനം നിലനിൽക്കുകയാണ്. വിഷയം അധികൃതരെ അറിയിച്ചപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് നൽകിയാൽ നടപടിയെടുക്കാമെന്ന അറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചതെന്നും കോളനി നിവാസികൾ പറഞ്ഞു. എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും അറിയാം. ഹെൽത്തിലും പറഞ്ഞായിരുന്നു. ഹെൽത്തിൽ പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങളത് ഫോട്ടോ എടുത്ത് ആരാ വേസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് വയ്ക്ക്. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞങ്ങളോട് കാണിക്കും. ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കും ഇവിടെ നിന്ന്? പകർച്ചവ്യാധി വ്യാപനത്തിന് കാത്തുനിൽക്കാതെ അഴുക്കുചാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കോളനി നിവാസികൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം. കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടക്കണിയൊരുക്കി വാട്ടർ അതോറിറ്റി. കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി വാട്ടർ അതോറിറ്റി 2 മാസങ്ങൾക്ക് മുമ്പ് റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗമാണ് തകർന്നിരിക്കുന്നത്. പൈപ്പിട്ടതിനു ശേഷം ആവശ്യത്തിന് കോൺക്രീറ്റ് ഉപയോഗിക്കാതെ കുഴി മൂടി വാട്ടർ അതോറിറ്റി തടി തപ്പി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടു. കുഴിയുടെ ആഴം വർദ്ധിക്കുകയും മഴവെള്ളം കെട്ടിക്കിടക്കുകയുമാണ്. ഇരുചക്ര വാഹന യാത്രികർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ വെട്ടി കുഴിച്ച് വെച്ചിരിക്കുന്നത്. നല്ല ടാറിങ് ഉണ്ടായിരുന്നതാണ്. അത് ഞങ്ങൾ താഴെ മുതൽ കുഴിച്ച് ഇപ്പോൾ ഈ കാണുന്ന പുറത്തെല്ലാം അങ്ങനെ കുഴിച്ച് വെച്ചിട്ട് അവർ പ്രോപ്പറായിട്ട് തിരിച്ച് ചെയ്യുന്നില്ല. അതതിൻ്റെ കാര്യം. ഈ വകുപ്പുകളും പിന്നെ ഏകീകരണം ഇല്ലാത്തവരാണ് ഇങ്ങനെ വരുന്നത്. ടാറിങ് തീർന്നു കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റി ഒന്ന് കുഴിച്ചിട്ട് പോയത്. കുഴിച്ച് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എത്രയോ വണ്ടികൾ ഇതിലെ പോകുന്നത്. ഇപ്പോൾ എല്ലാ കഴിഞ്ഞ ദിവസം ബൈക്കാരനെ കുഴി വന്നിട്ട് വീണു. അപ്പോൾ ഡെയിലി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുഴിയുടെ ആഴമറിയാതെ അകപ്പെടുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ഉപയോഗിക്കാനാവാത്ത വിധം ചെളിവെള്ളമാണെന്നും ഉപഭോക്താക്കൾ ആരോപിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം 10,500 വീട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ വെള്ളം നമുക്കിപ്പോൾ കുടിക്കാനും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ഒത്തിരി പ്രാവശ്യം നമ്മൾ അവരോട് സൂചിപ്പിക്കുകയും ചെയ്തു. അവർ പറയുന്ന ഇത് ഓറ് കയറുക, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അവർ പറയുന്നത്.
ആൾക്കാർ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവർ മാസം റീഡിങ് എടുത്ത് പൈസ പിടിച്ചോണ്ട് പോകും. മുൻപ് പലതവണ സമീപത്തെ വ്യാപാരികൾ കുഴിയടച്ചിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. എത്രയും വേഗം വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. മദർ തെരേസ സേവന സംസ്ഥാന അവാർഡ് ജേതാക്കളെ കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് സ്കൂളിൽ വെച്ച് ആദരിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ അവാർഡ് ജേതാക്കളെ ആദരിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്തു. ഫാദർ ഡേവിസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മദർ തെരേസ സേവന അവാർഡിൽ സംസ്ഥാന ജേതാക്കളായവരെയാണ് മാനേജ്മെന്റിന്റെയും PTA-യുടെയും നേതൃത്വത്തിൽ ആദരിച്ചത്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ അവാർഡ് ജേതാക്കളെ പുരസ്കാരം നൽകി ആദരിച്ചു. നിരവധി കുട്ടികളും അധ്യാപകരും സമൂഹമൊക്കെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ഒരു അവാർഡാണ് മദർ തെരേസ സേവന അവാർഡ്. അത് സംസ്ഥാന തലത്തിൽ നമ്മുടെ ഈ സ്കൂളിന് 1ാം സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. സ്കൂളിന് വലിയ നേട്ടമുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോർഡിനേറ്ററായിട്ട് നമ്മുടെ ജമോൾ ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും നല്ല പ്രവർത്തകനായിട്ട് നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതെല്ലാം വളരെ അഭിമാനകരമായ കാര്യമാണ്. ഒരു മാസം മുമ്പ് ഞാൻ ഈ വെള്ളാങ്കുടി സ്കൂളിൽ വന്നിരുന്നു. അതുപോലെ മീറ്റിങ്ങിൽ കുട്ടികളെ നിങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അഭിസംബോധന ചെയ്യുകയും ചെയ്തതാണ്. അന്ന് മെറിറ്റയുടെ അനുവദിച്ചാണ് ഇവിടെ കടന്നു വന്നത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ SSLC പരീക്ഷയിൽ രൂപതയിലെ ഏറ്റവും മികച്ച റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ A+ ശതമാനം അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ A+ കിട്ടിയ സ്കൂള് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പഠന നിലവാരത്തിലെ രൂപതലത്തിൽ ഏറ്റവും മികവാർന്ന സ്കൂള് തന്നെ ഈ സേവന രംഗത്തിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച് വലിയൊരു അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് PTA-യുടെ ഉപഹാരം സമ്മാനിച്ചു. സംസ്ഥാനത്തെ മികച്ച സ്കൂളിനും ഏറ്റവും അധികം കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂളിനുമുള്ള അവാർഡുകളും വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് സ്കൂൾ കരസ്ഥമാക്കി. മദർ തെരേസ സ്റ്റേറ്റ് സ്റ്റാർ വിന്നറായി ഡെറിൻ ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു. 1 ലക്ഷം രൂപയാണ് ഡെറിന് ലഭിച്ചത്. ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡിന് ജിജാമോൾ എബ്രഹാം അർഹയായി. സ്കൂൾ വിന്നേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട 5 കുട്ടികൾക്ക് 5000 രൂപ വീതം സമ്മാനം ലഭിച്ചു. അവയവദാതാവ് സോമിച്ചൻ തോമസ് കരിയിലക്കുളത്തിനെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, PTA പ്രസിഡന്റ് വിനോദ് തോമസ്, SMC ചെയർമാൻ ജോജോ കുടക്കച്ചിറ, ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, സീനിയർ അസിസ്റ്റന്റ് മേരി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച വിവിധ അഗതി മന്ദിരങ്ങൾക്കായി വസ്ത്രങ്ങളും വിതരണം ചെയ്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സയൻസിലെ പുതിയ നേട്ടങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം സംഘടിപ്പിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ISROയിലെ യുവ ശാസ്ത്രജ്ഞയുമായ അഞ്ജുമോൾ KS കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 22 വിദ്യാർത്ഥികളുമായാണ് യുവ ശാസ്ത്രജ്ഞ സംവാദം നടത്തിയത്. ബഹിരാകാശത്തിലെ അനന്ത സാധ്യതകൾ വിശദീകരിക്കുകയും കുട്ടികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നൽകുകയും ചെയ്തു. എപ്പോഴും പുതിയ അറിവുകൾ കണ്ടെത്തണമെന്നും ഉയർന്ന ചിന്താഗതിയും ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഉണ്ടായിരിക്കണമെന്നും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ യുവ ശാസ്ത്രജ്ഞയായ അഞ്ജുമോൾ KS കുട്ടികളെ ഓർമ്മപ്പെടുത്തി. ഓരോ ജീവികളെയും പറ്റി ഒരു മരത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്ന ചെറിയ starting from the mold to the leaves and all the അതിൽ വളരുന്ന സ്ക്യൂരൽ അതിനെപ്പറ്റി വരെ വളരെ ജിജ്ഞാസയോടെ കാണാൻ പറ്റുകയാണെങ്കിൽ ആൻഡ് ക്വസ്റ്റ്യനിങ് ഹൗ ദേ ആർ സർവൈവിങ്. എർത്ത് ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ ലിവിങ് ആയിട്ടുള്ള ബീങ്സ് ആകെ കണ്ടിട്ടുള്ളത് ഈ ഒരു പ്ലാനറ്റിലാണ്. വേറൊരു പ്ലാനറ്റിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. ആൻഡ് യു ആർ എ പേഴ്സൺ, you are a living being thinking about how is it possible. അപ്പോൾ നമ്മളിങ്ങനെ ജീവനോടെ ഇരിക്കുന്നതിന് തന്നെ നമ്മളിങ്ങനെ വാവ് എവ്രിതിങ് ഈസ് കറക്റ്റ്. അതായത് ഫുഡിന് ഫുഡ് കറക്റ്റായിട്ടെല്ലാം ഈ ഒരു ഭൂമിയിലുണ്ട്. അപ്പോൾ ആ ഒരു വാവ് ഫാക്ടർ, അതിനെ എന്തുകൊണ്ട് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യണമെന്നും അറിയണമെന്നുമുള്ള ആ ഒരു ജിജ്ഞാസ അത് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് യു ലവ് സയൻസ് ആൻഡ് യു ആർ മെയ്ഡ് ഫോർ ഇറ്റ്.
സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം, അധ്യാപകരായ ടോം കുര്യൻ, ലൈസാമ KA, ഷൈനിമോൾ TD, ജിഷമോൾ ജോൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ചെസ് ദിനത്തോടനുബന്ധിച്ച് +1, +2 വിദ്യാർത്ഥികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചെസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI നിർവഹിച്ചു. ഇന്റർനാഷണൽ ചെസ് ദിനത്തോടനുബന്ധിച്ചാണ് +1, +2 വിദ്യാർത്ഥികൾക്കായി കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കോളേജ് മാനേജർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഗെയിമായ ചെസ്സിന്റെ പ്രാഗൽഭ്യം നേടിയ കുട്ടികളാണ് ഇരിക്കുന്നവർ. അത് വളരെ ബുദ്ധിപരമായി കളിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് നിങ്ങളെല്ലാം മുഖത്ത് കാണാം. ഒക്കെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ക്രൈസ്റ്റ് കോളേജിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും. സംസ്ഥാന ചെസ് ചാമ്പ്യൻ ഡാനി P. ജോൺ മുഖ്യ അതിഥിയായിരുന്നു. കോളേജ് സ്പോർട്സ് കോർഡിനേറ്റർ ദേവസ്യ PV, ഡോണ ഷൈജു, വിദ്യാർത്ഥി പ്രതിനിധികളായ ജൂബിൻ ജോസഫ്, ആൻ സാജു സക്കറിയ, ആകാശ് ടോമി, ആകാശ് ദേവ്, ആൽബിൻ രാജു, മിഥുൻ റോയ് എന്നിവർ നേതൃത്വം നൽകി. വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും വിതരണം ചെയ്തു. കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഓഫ് കാർഡമംവാലിയുടെ നേതൃത്വത്തിൽ നെരിയമ്പാറ CC സ്നേഹാശ്രമത്തിൽ കസേര വാങ്ങി നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് PM ഫ്രാൻസിസ് കസേരകൾ കൈമാറി. ലയൺസ് ക്ലബ്ബ് ഓഫ് കാർഡമംവാലിയുടെ 2024-25 വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 142 കസേരകൾ അസിസി സ്നേഹാശ്രമത്തിൽ എത്തിച്ചു നൽകിയത്. നെരിയമ്പാറ സ്നേഹാശ്രമത്തിലെ 100ഓളം അഗതികൾക്ക് വിശ്രമിക്കുന്നതിനായി ഇരിപ്പിടത്തിന്റെ കുറവിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് PM ഫ്രാൻസിസ് കസേരകൾ വിതരണം ചെയ്തു. അവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാലങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മഴക്കാലവും തണുപ്പുമൊക്കെ പ്രമാണിച്ച് ഇവിടെ കുറച്ച് കസേരകളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ്, സെക്രട്ടറി റിജി പയ്യപ്പള്ളി, ക്യാബിനറ്റ് മെമ്പർ റിജി കോഴിമല, അസിസി സ്നേഹാശ്രമം മദർ സിസ്റ്റർ അനുഗ്രഹ C, സിസ്റ്റർ സൗമ്യ, സിസ്റ്റർ ബ്ലസി, സിസ്റ്റർ പ്രഭ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ വളക്കമ്പനിയായ ഫാക്ടിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ കൊതുകുവലകൾ വിതരണം ചെയ്തു. ഫാക്ട് സോണൽ മാനേജർ പ്രകാശ് കുരട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് വളം ഡിപ്പോയിൽ നിന്ന് ഫാക്ടിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് കൊതുകുവലകൾ സൗജന്യമായി നൽകിയത്. എല്ലാ സംസ്ഥാനത്തും ഫാക്ട് ലാഭവിഹിതത്തിന്റെ പങ്ക് വിവിധ പദ്ധതികൾക്കായി നൽകി വരുന്നതിനൊപ്പം പുതുതലമുറയ്ക്ക് ഫാക്ട് കമ്പനിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡെങ്കു അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ നമ്മൾ കർണാടകയിലാണെങ്കിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാർമർ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കുറേ സ്കോട്ട് പ്രോഗ്രാം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വളങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിന് വേണ്ടത് എന്താണോ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ മോസ്കിറ്റോ നെറ്റ് എന്നാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ. അപ്പോൾ അതിനനുസരിച്ച് വരും അതായത് ന്യൂ ജനറേഷൻ FACT എന്താണെന്ന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ജനറേഷന്റെ കാര്യം വളരെ FACT ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ ഒരു ന്യൂ ജനറേഷൻ അറിയില്ല പലർക്കും അതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവയർനെസ് ആണ് നമ്മൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് HIL കമ്പനിയുമായി സഹകരിച്ച് ഗുണനിലവാരമുള്ള കോട്ടൺ കൊതുകുവലകൾ സൗജന്യമായി നൽകിയത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഫാക്ട് സോണൽ മാനേജർ പ്രകാശ് കുരട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പബ്ലിക് സെക്ടർ കമ്പനി ആൻഡ് യുവാസ് കമ്പനി we are doing the social responsibility activities like health checkup, mosquito distribution, drinking water, providing drinking water, providing assistance to poor people, slum areas. Likewise, we are doing across the 4-5 states. As part of this corporate social responsibility, we are distributing mosquito nets to the farmer community. ബാങ്ക് ബോർഡ് മെമ്പർ TJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ഫാക്ട് സീനിയർ ഓഫീസർ രാജൻ R, ബാങ്ക് ബോർഡ് മെമ്പർമാരായ സജീന്ദ്രൻ പൂവാങ്കൽ, അരുൺകുമാർ, സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം
പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നയാർ വെള്ളച്ചാട്ടം കാലവർഷം കനത്തതോടെ ഏറെ മനോഹരിയായിരിക്കുകയാണ്. ജലസമൃദ്ധമാകുന്ന പുന്നയാർ കുത്തിന്റെ ഭംഗി എത്ര കണ്ടാലും മതിവരാത്തതാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മൈലപ്പുഴയിൽ നിന്ന് പിറവിയെടുക്കുന്ന പഴയരിക്കണ്ടംപുഴ 4 കിലോമീറ്റർ ശാന്തമായി ഒഴുകി പുന്നയാറിൽ എത്തുമ്പോൾ അതിമനോഹരമായ വെള്ളച്ചാട്ടമായി മാറി പുന്നയാർ കുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. 100 അടിയിലധികം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം പാറകളിൽ തട്ടി പതഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. നിരവധി ആളുകളാണ് അവധി ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തെ പിന്നോട്ടടിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ 12ാം വാർഡ് പുന്നയാർ വെള്ളച്ചാട്ടം അതിരപ്പള്ളിയേക്കാൾ കൂടുതൽ മനോഹരമാണെന്ന് തെളിയിക്കപ്പെടുന്ന 2 ഷൂട്ടിംഗ് ഇവിടെ നടന്നു. അതോടുകൂടി ഇത് ലോക ശ്രദ്ധയിൽപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിന് പഞ്ചായത്തിൽ നിന്ന് യാതൊരു വക അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കാത്തതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്ന് വഴി സൗകര്യമില്ല. യാതൊരു വക സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് യാതൊരു പ്രയോജനവും ഈ പഞ്ചായത്തിനോ ഈ നാടിനോ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇത് അധപ്പതിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അടിയന്തരമായി പഞ്ചായത്ത് ഇതിനകത്ത് ഇടപെട്ട് ഇത് വികസിപ്പിച്ചെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാഹനം എത്തുന്നിടത്ത് നിന്ന് ദുർഘടപാതയിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പുന്നയാർ കുത്തിലെത്തുവാൻ. ത്രിതല പഞ്ചായത്തുകൾ പുന്നയാർ കുത്ത് കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നതിൽ സംശയമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2100, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6780 രൂപ, വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ യൂറോപ്പിലെ ലാറ്റിവയിലെ തടാകത്തിൽ വീണ് കാണാതായത് ആനച്ചാൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയെ. ആൽബിനായി തെരച്ചിൽ നടക്കുന്നതായി ലാത്വയിലുള്ള കോളേജ് അധികൃതർ. മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം. 2 ആഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം കാട്ടാനകൾ വരുത്തിയത് 60 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. ഉപ്പുതറയിലെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനയെ തുരത്തുന്നതിനിടെ കയ്യിലിരുന്ന പടക്കം പൊട്ടി വനംവകുപ്പ് വാച്ചറുടെ വിരലുകളറ്റു. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം. കട്ടപ്പന അമ്പലക്കവല കാവുമ്പടി നടുവത്താനിൽ തെയ്യാമ നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിക്കുന്ന വാർത്ത HCN റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ഇവർക്ക് സഹായവുമായി DMK നേതൃത്വം. DMK ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ വീട് സന്ദർശിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. കട്ടപ്പന നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു. 2018-ൽ 11 ലക്ഷം രൂപ മുടക്കി നഗരത്തിന്റെ 16 ഇടങ്ങളിലായി 32 നൈറ്റ് വിഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യാത്തതിനാൽ ക്യാമറകളെല്ലാം നശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.